ഷാസുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ബിഗോണിയ വെറൈറ്റീസ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മദർ പ്ലാന്റുകളുണ്ട്. കുറേ ആളുകൾക്കൊക്കെ മദർ പ്ലാന്റ് മേടിക്കാൻ ഒരുപാട് താല്പര്യമാണ് കേട്ടോ, വലിയ പ്ലാന്റ് അല്ലേ. അപ്പോൾ കുറച്ച് മദർ പ്ലാന്റും കുറച്ച് മീഡിയം ടൈപ്പ് പ്ലാന്റുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പ്ലാന്റ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്. ഇതാണ് ഒരു സൂപ്പർ റെയർ വെറൈറ്റിയാണ്, റെയർ കേളി വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ മജന്ത കളർ ഉണ്ടല്ലോ, മജന്ത കളർ കയറി വരും. ഭയങ്കര ഒരു ഡാർക്ക് ഒരു ഗ്രേപ്സിൻ്റെ കളറായിട്ടാട്ടോ വരിക. അപ്പോൾ ഇത് സെയിലിന് ഉള്ള പ്ലാന്റാണ്. എൻ്റെ മദർ പ്ലാന്റ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതിൻ്റെ അറ്റഭാഗത്ത് കണ്ടോ ഇങ്ങനെ ഈ കുണുക്കുകൾ കൂടി വരും. എന്നിട്ട് ഇതിലേക്ക് ഒരു ഗ്രേപ്സിൻ്റെ ഡാർക്ക് കളർ കയറി വരും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാന്റ് നിങ്ങൾക്ക് കാണിക്കാത്തത് എന്താണെന്നറിയോ, ഞാൻ സെയിലിന് തരുന്ന പ്ലാന്റ് മാത്രമാണ്. സെയിം പ്ലാന്റ് തന്നെ ആയിരിക്കും കേട്ടോ തരിക. അപ്പോൾ ഇത് സൂപ്പർ നല്ലൊരു കേളി വെറൈറ്റിയാണ്, പുതിയ റെയർ വെറൈറ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒന്നാമത്തെ പ്ലാന്റ്, കണ്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ്. ഇതും പുതിയൊരു റെയർ വെറൈറ്റി തന്നെയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ അധികം സ്ഥലങ്ങളിലൊന്നും ഈ പ്ലാന്റ് കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക, നല്ല ബിഗ് ലീഫ് ആവും. ബിഗ് ലീഫ് ഡാർക്ക് ഗ്രീൻ, ഒരു ഷൈനിങ് ഉള്ള ഒരു ഗ്രീനാണ്. അതിനകത്ത് ഒരു ഗോൾഡൻ ഒരു സിൽവർ കളർ ഡോട്ട് പോലെ ഇങ്ങനെ വരും. വലിയ പ്ലാന്റ് ആണ്, ഒക്കെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണിക്കുന്നതൊക്കെ മദർ പ്ലാന്റ് ആണ്. ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ്. സൂപ്പർ അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ്. ഇതും നല്ല പുതിയ വെറൈറ്റിയാണ് കേട്ടോ, റെയർ വെറൈറ്റി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ബ്രൗണും സിൽവറും കളർ കോമ്പിനേഷൻ വരുന്നതാണ്. ഇതിൻ്റെ ലീഫിന് ഒരു പ്രത്യേക ടെക്സ്ചറാണ് കേട്ടോ, ഇങ്ങനെ കൊണുക്ക് പോലെ ആയിരിക്കും. നല്ല സൂപ്പർ പ്ലാന്റാണ്. ഇതൊക്കെ മദർ പ്ലാന്റിൻ്റെ സെക്ഷനിൽ പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ്. ഇതാണ് നമ്മുടെ നാലാമത്തെ പ്ലാന്റ് കേട്ടോ. ഇതും നല്ലൊരു കേളിയാണ്. നല്ല ഒരു റോസും ബ്ലാക്കും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന സൂപ്പർ പ്ലാന്റ് ആണ് ഇത്. അതുപോലെ തന്നെ വലിയ ബിഗ് ലീഫ് ആവുന്ന ഒരു സൂപ്പർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതും കണ്ടോ ഇത്രയും വലിപ്പമുണ്ട്. ഓക്കെ, അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇതൊരു കേളിയാണ്. ഇത് ഗ്രീനാണ് കേട്ടോ, ഗ്രീനും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക, ഇതൊരു മീഡിയം സൈസ് ആട്ടോ. ഇതിൻ്റെ ലീഫിന് വലിപ്പം വരിക. അങ്ങനെ വലിയ ബിഗ് ലീഫും സ്മാൾ ലീഫും ആകുന്ന പ്ലാന്റ് അല്ല, ഒരു മീഡിയം സൈസ് ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ, കാബേജ് ബിഗോണിയാണ്. കാബേജ് ബിഗോണിക്ക് കുറേ ആളുകൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കാബേജ് ബിഗോണിയുടെ മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക, ഇതിൻ്റെ തണ്ടിന് തന്നെ ഭയങ്കര കട്ടിയായിരിക്കും കേട്ടോ. കാബേജ് ബിഗോണി നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും പോവില്ല. അതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത. ഇതും വലിയ ബിഗ് ലീഫാണ്, വലിയ വലിപ്പം വെക്കും കേട്ടോ. ഇതിൻ്റെ ഒരു ലീഫ് കണ്ടോ, ഇതിൻ്റെ ഈ 3 ലീഫിൻ്റെ അത്ര ആയിരിക്കും ഇതിൻ്റെ ഓരോ ലീഫും വരിക കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ, ഡാർക്ക് റോസാണ്. ഡാർക്ക് റോസും ഒരു സിൽവർ കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് നാരോ ആയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ അറ്റഭാഗത്ത് ഇങ്ങനെ ഒരു കൊണുക്കുകളുണ്ട്. ഭയങ്കര ഷൈനിങ് ഉള്ള ലീഫാണ് കേട്ടോ. ഇത് മെച്ചേർഡ് ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ഈ മജന്ത കളർ ഉണ്ടല്ലോ കയറി വരും. ഭയങ്കര ഡാർക്ക് കളറാവും കേട്ടോ. ഇതിലേക്ക് ഈ കളർ കയറി വരാത്ത എന്താണെന്നറിയോ, ഞാൻ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സൺലൈറ്റ് കിട്ടാത്ത ഏരിയയിലാട്ടോ വെച്ചിട്ടുള്ളത്. നമ്മൾ പാക്ക് ചെയ്യുന്ന ഏരിയയിലാണ് വെച്ചിട്ടുള്ളത്. അതാട്ടോ ഇതിൻ്റെ ഒന്നും കളറ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാത്ത, കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ, സിൽവറാണ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയേച്ചറാണ്. മിനിയേച്ചർ ഇങ്ങനെ ഡാർഫ് വെറൈറ്റി, ഹൈറ്റ് വെക്കാത്ത ബുഷി ആയിട്ട് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഒറ്റ പ്ലാന്റേ ഉള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ. സിൽവർ നാരോ ആയിട്ട് വരുന്ന ബുഷിയായ പ്ലാന്റാണ് കേട്ടോ ഇത് കണ്ടോ. ഇത് പറഞ്ഞാൽ ഒരു മദർ പ്ലാന്റ്, നല്ല ഹെൽത്തി ആയ ഒരു പ്ലാന്റ് ആയതാണോ ഇത്രയും ലീഫിന് വലിപ്പം വരുന്നത്. അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ കുഞ്ഞു ലീഫായിരിക്കും, പക്ഷേ ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. പിന്നെ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ, ഒരു സൂപ്പർ റെയർ വെറൈറ്റി കേളിയാണ് കേട്ടോ. ഇതൊരു നല്ലൊരു പുതിയ വെറൈറ്റിയാണ്. ഡാർക്ക് ഗ്രീനും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ഭംഗി അറിയാത്ത എന്താണെന്നറിയോ, ഈ മഴവെള്ളം ചാടിയിട്ട് ഇതിനകത്ത് മണ്ണുകൾ മേലേക്ക് തെറിച്ചിട്ടുണ്ട്. അതാട്ടോ ഇതിൻ്റെ ഭംഗി അറിയാത്ത ഭയങ്കര ഭംഗിയുള്ള സൂപ്പർ പ്ലാന്റ് ആണ്. ഇത് ഡാർഫ് വെറൈറ്റിയാണ് കേട്ടോ, ബുഷിയായിട്ട് വരുന്ന പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും. പിന്നെ ഇതാട്ടോ നമ്മുടെ അടുത്ത വെറൈറ്റി. ഇതങ്ങനെ പുതിയ റെയർ വെറൈറ്റി ഒന്നുമല്ല, കുറച്ച് മുന്നേ നമ്മുടെ കയ്യിൽ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ, ബ്ലാക്കും റെഡും കളർ കോമ്പിനേഷൻ വരുന്ന ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് മെച്ചേർഡ് ആയി കഴിയുമ്പോൾ നല്ല ബ്ലാക്കിലേക്ക് റെഡ് ഡോട്ട് നിറയെ റെഡ് കളർ കയറി വരും. അങ്ങനെ ബുഷിയായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. എല്ലാവർക്കും കൂടുതലായിട്ട് താല്പര്യം തോന്നുന്ന ഒരു പ്ലാന്റ് തന്നെയാണത്.
പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ സ്റ്റാർ ബിഗോണിയാണ് കേട്ടോ. സ്റ്റാർ പോലെയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ. ഇത് കുറച്ച് റെയർ വെറൈറ്റിയാണ്, കുറേ ആളുകളൊക്കെ അന്വേഷിക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ സ്റ്റാർ ബിഗോണിയ. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇതൊരു പുതിയ റെയർ വെറൈറ്റി തന്നെയാണ്, ഗ്രീനും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്നത്. പക്ഷേ ഇതിൻ്റെ തളിരിലകൾക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒരു മുള്ള് പോലെ ഇങ്ങനെ എണീറ്റ് നിൽക്കും കേട്ടോ. ആ മുള്ളിൻ്റെ കളർ ഒരു പർപ്പിൾ കളറാട്ടോ. അതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ്, ഒരു വെൽവെറ്റ് പോലെ കേട്ടോ ഇതിൻ്റെ ടെക്സ്ചർ കാണാൻ. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ മദർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ അധികം പ്ലാന്റിനകത്തും 2-3 തൈകൾ ഉണ്ടാവും കേട്ടോ. അതാണ് മദർ പ്ലാന്റിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഞാൻ കാണിച്ചതെല്ലാം 2-3 തൈകളുള്ള പ്ലാന്റാണ് കേട്ടോ. ഇത്രയും ബുഷിയായ പ്ലാന്റാണ് കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. റെഡും ഡാർക്ക് റോസും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന ഭയങ്കര റെയർ ആയിട്ടുള്ള പ്രത്യേക ഒരു ടെക്സ്ചർ ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇത് അധികം ആളുകൾ എപ്പോഴും ചോദിക്കുന്ന പ്ലാന്റാണ്, പക്ഷെ നമുക്കിത് എപ്പോഴും കിട്ടാറില്ല കേട്ടോ. ഇപ്പോൾ ഒരു പ്ലാന്റ് മാത്രമേ കേട്ടോ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ അടുത്തൊരു പ്ലാന്റ് ഇതാ കേട്ടോ. ഇതും നല്ലൊരു റെയർ പ്ലാന്റാണ്, നിങ്ങൾ അധികം സ്ഥലത്തൊന്നും അത് കണ്ടിട്ടില്ലല്ലോ. ഇതൊരു ലാവണ്ടർ കളറാട്ടോ. ഇതിൻ്റെ ലീഫ് അത്യാവശ്യം നല്ല വലിപ്പം വെക്കും, ഒരു റഫ് ആയിട്ടാട്ടോ ഇതിൻ്റെ ലീഫിന് വന്നിട്ട് ഒരു റഫ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ലീഫിൻ്റെ ടെക്സ്ചർ വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ലാവണ്ടർ കളറാണ്, നല്ല ബുഷിയായിട്ട് വരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇതും. പിന്നെ അടുത്ത പ്ലാന്റ് നമ്മുടെ റെഡ് കിസ്സാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് റെഡ് കിസ്സാണ് കേട്ടോ. റെഡും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ്. ഈ പ്ലാന്റിലേക്ക് ഇങ്ങനെ വലിയ കളർ കയറില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താ പറയുക, സൺലൈറ്റ് വളരെ കുറവായിട്ടായിരിക്കും ഇതിന് കിട്ടുക. അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടി കഴിയുമ്പോണ്ടല്ലോ ഒരു ഡാർക്ക് റെഡും ബ്ലാക്കും നല്ലൊരു ഷൈനിങ്ങോട് കൂടിയിട്ടായിരിക്കും ഇതിൻ്റെ ലീഫ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് കൂടുതൽ ആൾക്കാർ താല്പര്യം കാണിക്കുന്നത്. പിന്നെ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇത് പറഞ്ഞാൽ ഒരു പ്രത്യേകതയായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത്. ഇതിലേക്കൊരു ബ്ലാക്കും ബ്രൗണും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്നതാണ് കേട്ടോ. വൈറ്റ് ഡോട്ടാണ് ഈ പ്ലാന്റിലേക്ക് വരിക. ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക, ലീഫ് ഭയങ്കര വലിയ ലീഫാവും ചെയ്യും, പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. പെട്ടെന്ന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ പ്ലാന്റ് ഈ പോട്ടിലേക്ക് ബുഷിയായിട്ട് വരുന്നത് കാണാം കേട്ടോ. അതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇതൊരു ആഷ് കളറാണ്, ആഷും പർപ്പിൾ കളറും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഭയങ്കര റെയർ വെറൈറ്റി കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. ഇതൊക്കെ വീഡിയോയിൽ ഇതിൻ്റെ ഭംഗി എത്രത്തോളം അറിയുന്നുണ്ടെന്ന് അറിയില്ല, കാരണം അത്രയ്ക്ക് ഷൈനിങ് ആയിട്ടുള്ള ഒരു ലീഫാണ് ഇതിന്. നല്ല പർപ്പിളും ബ്ലാക്കും ആഷും കളർ കോമ്പിനേഷൻ വരുന്ന സൂപ്പർ റെയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത്. അടുത്ത് നമുക്ക് വരുന്നത് ക്രിസ്മസ് ബിഗോണിയാണ് കേട്ടോ. ക്രിസ്മസ് ബിഗോണിയുടെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇനിയും ഉണ്ട് കേട്ടോ. പിന്നെ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ല മജന്തയാണ്, നല്ലൊരു ഡാർക്ക് മജന്ത കളറാകും കേട്ടോ. ഈ പ്ലാന്റിനകത്ത് മജന്തയും സിൽവർ കളറും കളർ കോമ്പിനേഷൻ വരുന്ന ബുഷിയായ ഹെൽത്തി ആയ പ്ലാന്റാണ് കേട്ടോ. ഇത് മെച്ചേർഡ് ആയി കഴിയുമ്പോൾ കണ്ടോ ഈ ഡാർക്ക് കളറായിരിക്കും കേട്ടോ ഇതിനകത്ത് വരിക. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ബുഷിയാകുന്ന ഒരു പ്ലാന്റാണിത്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇത് ഡബിൾ കേളിയാണ്. ഇതിൻ്റെ ഒരു ലീഫിൻ്റെ 2 അറ്റത്തും ചുരുളുകൾ വരും കേട്ടോ. നല്ല ഹെൽത്തി ആയ സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതും. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ലൊരു കേളിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇത് 3 തട്ടുകളായിരിക്കും കേട്ടോ. ഈ ഒരു ലീഫിനകത്ത് 3 തട്ടുകളായിരിക്കും, എന്നിട്ട് കേളിയായി വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് മദർ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇനിയും നമുക്ക് ഒരുപാട് മദർ പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ ഇന്നിപ്പോൾ ഈ കാണിച്ച മദർ പ്ലാന്റുകളാണ്. ഇതിൻ്റെ മീഡിയം സൈസുള്ള പ്ലാന്റുകളും ഉണ്ട് കേട്ടോ. ചെറിയ റേറ്റിനുള്ള പ്ലാന്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എല്ലാം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം നമ്മുടെ നമ്പറിൽ. അപ്പോൾ പ്ലാന്റ്സുകളൊക്കെ കണ്ടല്ലോ അല്ലേ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി റെയർ വെറൈറ്റീസാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 1-2 പ്ലാന്റുകൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ. എല്ലാത്തിൻ്റെ ഈ 2 പ്ലാന്റുകളാണുള്ളത്. പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ നമ്പർ ഞാനിതാ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാട്സപ്പ് തന്നെ മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോൺ കോൾ അവോയ്ഡ് ചെയ്യണം കേട്ടോ, കാരണം നമുക്ക് എപ്പോഴൊന്നും ഫോൺ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ എപ്പോഴാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇൻഷാ അല്ലാഹ് വീണ്ടും ഞാൻ ഒരുപാട് പ്ലാന്റുകൾ റെഡിയാക്കി വെച്ചിട്ട് വീഡിയോ ഇടാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ദെൻ, ബൈ ബൈ.